പരിശുദ്ധ മറിയത്തോടും ജപമാലയോടുമുള്ള ഭക്തിയാണ് തന്റെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമയിൽ ക്രിസ്തുവായി അഭിനയിച്ച ഹോളിവുഡ് നടൻ ജിം കാവീസലിന്റെ അനുഭവസാക്ഷ്യം. ലോക സമാധാനത്തിനായി ഫാത്തിമ സന്ദേശങ്ങളെ ഗൗരവത്തോടെ കാണണമെന്നും ജിം കാവീസൽ പറയുന്നു. അനേകരുടെ ജീവിതങ്ങളിൽ ഏറെ ചലനം സൃഷ്ടിച്ച പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഹോളിവുഡ് നടൻ ജിം കാവീസലിന്റെ അനുഭവ സാക്ഷ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. സർവ്വജനപദങ്ങളുടെയും നാഥയോട് ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനാ ദിനത്തിൽ ആംസ്റ്റർഡാമിൽ വെച്ച് ഫോക്കസ് എന്ന കത്തോലിക്ക വിദ്യാർത്ഥി സംഘടനയോട് സംസാരിക്കവെയാണ് ജിം കാവീസൽ ഹൃദയം തുറന്നത്. അഭിനയ രംഗത്ത് കൈവന്ന ഉയർച്ചകളെപ്പറ്റി ജിം സംസാരിച്ചു. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങൾക്കെതിരെ പരിശുദ്ധ മറിയത്തോടൊപ്പം ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണെന്ന് ജിം പറഞ്ഞു. സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ സഹനങ്ങളിൽ അഭേദ്യമാംവിധം പങ്കുചേർന്ന മറിയത്തെ സഹരക്ഷകയായി സഭ പ്രഖ്യാപിക്കുന്നതിനായി താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യേശുവിന്റെ മൃതദേഹം മറിയത്തിന്റെ മടിയിൽ കിടത്തുന്ന സിനിമയിലെ രംഗം സകല മനുഷ്യരോടുമുള്ള അമ്മയുടെ മാതൃത്വത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. And as I have seen in my own life, you will not go astray if you follow her. You will not get lost if you call to her. If she is holding you by the hand, you will not fall. If she is protecting you, you have nothing to fear. You will not grow weary if she is at your side. അമ്മയുടെ വിമല ഹൃദയത്തിന്റെ വിജയവും ലോകസമാധാനവും സംബന്ധിച്ചുള്ള ഫാത്തിമ സന്ദേശങ്ങൾ ഗൗരവത്തോടെ നോക്കിക്കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകപ്രശസ്തിയേക്കാൾ നിത്യരക്ഷയ്ക്കായി പരിശ്രമിക്കണമെന്നും അദ്ദേഹം അനുസ്മരിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.